സോ ഗൈസ്, ഇതിൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സീരീസ് തുടങ്ങുന്നത് ഒരു വെബ് ഡെവലപ്മെൻറ്റ് സീരീസാണ്. ആദ്യമേ ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു ട്യൂട്ടറോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡെവലപ്പറൊന്നുമല്ല. ഞാനൊരു സ്റ്റുഡൻ്റാണ്. അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വെബ് ഡെവലപ്മെൻറ്റിൽ തന്നെ ഞാൻ എന്താ പറയുക, ഞാൻ കുറേ നോട്ട്സിനകത്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമേ നമ്മളിപ്പം വെബിൻ്റെ തിയറി പറഞ്ഞ് ഇച്ചിരി ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ HTML കിടന്നത്. ഈ മുന്നോട്ടുള്ള വീഡിയോകളിൽ ഞങ്ങൾക്ക് വെബിൻ്റെ തിയറി കുറച്ചൊക്കെ പറഞ്ഞു പോകാം. അപ്പം നമ്മൾ ഈ ഒരു വെബ് പേജ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് HTML വേണം. ആ വെബ് പേജിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ, അല്ലാതെ ഇച്ചിരി അട്രാക്റ്റീവ് ആക്കാൻ CSS, ആ വെബ് പേജിനെ ഒന്ന് ഇൻട്രാക്റ്റ് ചെയ്യാൻ ജാവാസ്ക്രിപ്റ്റ് വേണം. ഈ ഒരു ബേസ് ഐഡിയ, ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ മിക്ക ട്യൂട്ടേഴ്സും പറയുന്ന ഒരു എക്സാമ്പിളാണ് വീട് പണിയുന്നത്. ഒരു വീടിൻ്റെ സ്ട്രക്ചറിന് HTML ആയിട്ട് കാണുന്നു, വീടിനെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നു, ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനെ CSS ആയി കാണുക. പിന്നെ നമ്മൾ വീട്ടിൽ സ്വിച്ച് ഒക്കെ കാണും. ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് എത്തുന്നു, ഫാൻ കറങ്ങുന്നു. അപ്പോൾ ആ ഒരു ഫങ്ഷണാലിറ്റി കൊണ്ടുവരുന്നു, അതിന് ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. അതേ ഐഡിയ തന്നെ ഇവിടെ ഉള്ളൂ. ബേസിക്കലി നമ്മൾ HTML ഉപയോഗിച്ച് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്ത് വെബ് പേജിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ CSS യൂസ് ചെയ്യും. എന്നിട്ട് ഈ ഒരു വീട്ടിൽ ഇച്ചിരി കൂടെ എല്ലാ വെബ് പേജിനെ കുറച്ച് ഇൻട്രാക്റ്റീവ് വെബ് പേജിൻ്റെ കേസിൽ, വെബ്സൈറ്റിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ആ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം, മനസ്സിലായി? അതാണ് ഒരു ഇൻട്രാക്റ്റീവ് അല്ലെങ്കിൽ ഫങ്ഷനാലിറ്റി ഉദ്ദേശിക്കുന്നത്. അതാണ് ഓക്കെ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് ഐഡിയ. സോ നമുക്ക് ആദ്യം HTML കിടക്കാം. അപ്പം വെബ് ഡിസൈനിങ്ങിൻ്റെ ഏതൊരാളും വെബ് ഡിസൈനിങ് പഠിച്ചു തുടങ്ങുന്നത് HTML ആണ്. അപ്പം എന്താണ് HTML എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, HTMLൻ്റെ ഫുൾ ഫോം അത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്, ഇതെല്ലാം പറയാം. പക്ഷേ HTML അത് ഒരു മാർക്കപ്പ് ലാംഗ്വേജ്, അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. മാർക്കപ്പ് ലാംഗ്വേജിൻ്റെ ടാഗ്സ്, ഒരു കൂട്ടം ടാഗുകൾ ചേർന്ന് ഉണ്ടാക്കിയ ലാംഗ്വേജ്. അപ്പം ഈ HTML നിങ്ങൾ അതുമല്ല, നിങ്ങളിപ്പോൾ HTMLൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ HTML കുറേ ടാഗുകൾ പഠിക്കുന്നുണ്ട്. H1 ടാഗ്, H2 ടാഗ്, BR ടാഗ്, IMG ടാഗ്, വീഡിയോ ടാഗ്, ഓഡിയോ ടാഗ്, അങ്ങനെ കുറേ ടാഗുകൾ പഠിക്കുന്നുണ്ട്. പക്ഷേ HTML നിങ്ങൾ അതിനെ കാണേണ്ടത് ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് നിങ്ങളിപ്പം H1 ടാഗിനെ പറ്റി കേട്ട്, നിങ്ങളിപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ H1 ടാഗ് എന്തിനാണ്, വലിയ ഹെഡിങ് ആണ്. H2 ടാഗ് ചെറിയ ഹെഡിങ്, H3, H4, H5, H6 വരെയുണ്ട്. അപ്പോൾ ഈ H6 ചെറിയ ഹെഡിങ് ആണ്. അപ്പം എല്ലാവരും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ H1 വലിയ ഹെഡിങ് കൊണ്ടുവരാനാണ് H1, ചെറിയ ഹെഡിങ് കൊണ്ടുവരാനാണ് H2 എന്നാണ് ചിന്തിച്ചത്. പക്ഷെ അങ്ങനല്ല. കാരണം നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ഗൂഗിൾ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എൻജിൻ റിസൾട്ടിൽ വരണം. അല്ലെ നമ്മുടെ സെർച്ച് എൻജിൻ്റെ ടോപ്പ് റാങ്കിൽ നമ്മുടെ വെബ്സൈറ്റ്സ് വരണം. അതിനാൽ നമ്മൾ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട്. നമ്മുടെ വെബ്സൈറ്റ്സൊക്കെ SEO പറ്റി പറയാം, നമ്മുടെ സെർച്ച് എൻജിനിൻ്റെ ടോപ്പിൽ വരണം. അപ്പം അങ്ങനെയൊക്കെ ടോപ്പിൽ വരണമെങ്കിൽ നമ്മൾ SEO ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങളും ആഡ് ചെയ്യും. അത് നമുക്ക് ഇച്ചിരി കൂടെ ഞാൻ കഴിഞ്ഞിട്ട് ചെയ്താൽ നമ്മൾ ഇത് എഴുതുന്നതിനൊരു സ്ട്രക്ചറുണ്ട്. എന്ന് വെച്ചാൽ H1 ഉപയോഗിക്കുന്നത് ചുമ്മാ കണ്ടോടത്ത് H1 ഉപയോഗിക്കുന്നത്. H1 ഉപയോഗിക്കുന്നത്
അത് വലിയ ഹെഡ് ഇമ്പോർട്ടൻറ്റിനെ H1 എന്ന് പറയുമ്പോൾ ഓക്കെ ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, H2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇമ്പോർട്ടൻസ്, അങ്ങനെ കാണാം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നിങ്ങളുടെ സെമാൻറ്റിക് ടാഗ്സിനെ പറ്റി ഉണ്ടെങ്കിൽ അറിയാം. ഇവിടെ ഹെഡർ, ഫൂട്ടർ, ആർട്ടിക്കിൾ, സെക്ഷൻ, അങ്ങനെ ഇതൊക്കെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡറിന്ന് കാണുമ്പോഴേ നമുക്കറിയാം ഓക്കെ ആ വെബ് പേജിൻ്റെ ടോപ്പ് സെക്ഷനിലുള്ള കോണ്ടന്റ് എല്ലാം ഹെഡർ ടാഗിനുള്ളിലാണ്. അല്ലെങ്കിൽ ബ്ലോഗ് അല്ലെ ആർട്ടിക്കിൾ റിലേറ്റഡുള്ള കാര്യങ്ങളെല്ലാം ആർട്ടിക്കിൾ ടാഗിനുള്ളിലാണ്. അല്ലെങ്കിൽ ഫൂട്ടർ ടാഗിനുള്ളിലായിരിക്കും എപ്പോഴും ആ വെബ് പേജിൻ്റെ ബോട്ടം സെക്ഷനിലുള്ള കോണ്ടന്റുള്ള ഫൂട്ടർ ടാഗിനുള്ളിലായിരിക്കും. അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോഴേ ഗസ് ചെയ്യും. നമ്മൾ ഈ ഡിപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്ത് പോകണം. പണ്ടായിരുന്നു ഡിപ്പ് വെച്ച് ഡിപ്പ് ക്ലാസ് ഒക്കെ വെച്ച് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ പണ്ട് ഡിപ്പ് വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഇന്ന് ഡിപ്പ് മാറ്റി സെമാൻറ്റിക് ടാഗ്സ് വന്നു. ഇതൊക്കെ ഞാൻ പറയാം, HTML കാണേണ്ടത് ഒരു സ്ട്രക്ചർ ലാംഗ്വേജ് ആയിട്ടാണ്. അപ്പം അത് പറയാനാണ് ഇത്ര ഒരു പറഞ്ഞത്. സാരമില്ല, നിങ്ങൾക്കത് മനസ്സിലായെന്ന് കുഴപ്പമില്ല. നമുക്ക് വരുന്ന വീഡിയോയിൽ ഞാനത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ HTML ടാഗ്സ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ്. കേസ് സെൻസിറ്റീവ് എന്ന് വെച്ചാൽ നമുക്ക് HTML ടാഗ്സ് നമുക്ക് അപ്പർ കേസിൽ എഴുതാം. അപ്പർ കേസ് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിലും എഴുതാം, സ്മോൾ ലെറ്റേഴ്സിലും എഴുതാം. പിന്നെ എന്താണ് ടാഗ് എന്ന് പറയുന്നത് ചോദിച്ചു. ടാഗ് എന്ന് പറയുന്നില്ല, ഈ ലെസ് ദാൻ സിമ്പലിനും ഗ്രേറ്റർ ദാൻ സിമ്പലിനും ഇടയിൽ നിന്ന് ഇടുന്നതാണ് ടാഗ്. HTML എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പണിംഗ് ടാഗ്, ഒരു ക്ലോസിങ് ടാഗ്. ഈ സ്ലാഷ് ഉണ്ടോ, ലെസ് ദാൻ കഴിഞ്ഞ് സ്ലാഷ് കണ്ടു കഴിഞ്ഞാൽ അത് ക്ലോസിങ് ടാഗാണ്. ഈ HTML എന്ന ടാഗുണ്ട്. ഈ ടാഗിന് ക്ലോസിങ് ഉണ്ട്, അതാണ് സ്ലാഷ്. ഹെഡിന് ഒരു ക്ലോസിങ് ടാഗ് ഉണ്ട്, ഹെഡ് അല്ല സ്ലാഷ് ഹെഡ്. ബോഡിക്കും ഒരു ക്ലോസിങ് ഉണ്ട്, അതാണ് സ്ലാഷ് ബോഡി. അപ്പോൾ നമുക്ക് അറിയാം ഇതെല്ലാം ഇതെല്ലാം ഇതാണ് ഇതെല്ലാം ഓക്കെ. അപ്പോൾ ഇത് ക്ലോസിങ് ഓപ്പണിംഗ് ടാഗ്, അതിൻ്റെ ക്ലോസിങ്. അപ്പോൾ HTML എലമെൻ്റ് എന്നാണ് പറയാം. HTML എലമെൻ്റ് എന്ന് പറയുന്നില്ല, HTML എലമെൻ്റ് മീൻസ് അതിൻ്റെ ഓപ്പണിംഗ് ടാഗ്, പിന്നെ ഒരു കോണ്ടന്റ്, പിന്നെ ക്ലോസിംഗ് ടാഗ്. ഇത് മൊത്തത്തിനാണ് HTML എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പറഞ്ഞല്ലോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, കേസ് സെൻസിറ്റീവ് അല്ല, അത് നമുക്ക് കാണിച്ചു തരാം. പിന്നെ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ സിമ്പിളിന് ഗ്രേറ്റർ ദാൻ സിമ്പിളിന് ഇടയിൽ എഴുതുന്നത് ടാഗാണ്. പിന്നെ അതുപോലെ HTML ഫയൽ സേവ് ചെയ്യേണ്ടത് .html എന്ന എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ HTML ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറാണ് അതായത് ഞാൻ ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരുന്ന ഇമേജ്. അപ്പം ഒരു HTML ഡോക്യുമെൻറ്റ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും HTML ടാഗ് വെച്ചിട്ടാണ്. പിന്നെ HTML ഡോക്യുമെൻറ്റിന് 2 സെക്ഷൻസ് ഉണ്ട്, ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. ഹെഡ് സെക്ഷനിൽ നമ്മൾ ആ ഡോക്യുമെൻറ്റിൻ്റെ എല്ലാ വെബ് പേജിൻ്റെ അങ്ങനെ പറയാം ടൈറ്റിൽ ആഡ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഇൻറ്റേർണൽ CSS ഒക്കെ എഴുതുന്നത് ഹെഡ് ടാഗിനുള്ളിലാണ്. അതുപോലെ തന്നെ മെറ്റാ ഡേറ്റ ഒക്കെ എഴുതുന്നത് ഹെഡ് സെക്ഷനുള്ളിലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹെഡ് സെക്ഷൻ എഴുതുന്നത്. സാരമില്ല, ഇത് കുറച്ചുകൂടെ പിന്നീട് വരും വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ബേസിക്കലി ഓർത്തിരിക്കേണ്ടത് ഈ HTML ഒരു HTML ഡോക്യുമെൻ്റ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും HTML ടാഗ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങളിത് കണ്ടോ, ഇവിടെ ലെസ് ദാൻ HTML ഗ്രേറ്റർ ദാൻ, അത് കഴിഞ്ഞ് ലാസ്റ്റ് ലെസ് ദാൻ /HTML. ഈ /HTML സ്ലാഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ക്ലോസിങ് ടാഗുകളാണ്. HTML ടാഗിൻ്റെ ക്ലോസിങ് ടാഗാണ് ഇത്. ഹെഡ് ടാഗിൻ്റെ ക്ലോസിങ് ടാഗാണ് ഇത്. ടൈറ്റിലിൻ്റെ ക്ലോസിങ് ആണ് ഇത്. ബോഡിയുടെ ക്ലോസിങ് ആണ് ഇത്. ഓക്കെ. അത് ഒപ്പം തന്നെ ഈ
ചില ടാഗുകളുണ്ട് ലൈക്ക് ഈ ഇമേജ് ടാഗ്, ബിആർ ടാഗ് ടാഗുകളുണ്ട്. ഇതിനൊന്നും ഈ സ്ലാഷ് ഐ എം ജി സ്ലാഷ് ബി ആർ ഒന്നുമില്ല. അതിന് ജസ്റ്റ് ഒരു ഓപ്പണിങ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറയാൻ പറ്റുന്നത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള ടാഗുകളെ കണ്ടെയ്നർ ടാഗുകൾ എന്ന് വിളിക്കും. കണ്ടെയ്നർ. ഓക്കെ. പിന്നെ ഓപ്പണിങ് ടാഗ് മാത്രം ഉള്ള ടാഗുകളെ നമ്മൾ എംപ്റ്റി ടാഗ് എന്ന് വിളിക്കും. പിന്നെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് വിളിക്കുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടാഗിന് കൊടുക്കുന്ന ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ. ഇപ്പം ടാഗിന് കൊടുക്കുന്ന ഒരു അധിക വിവരം എന്നോ അങ്ങനെ എനിക്ക് എന്ത് വേണ്ട, ഒരു ടാഗിന് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ, അതിനാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളിപ്പം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം ബോഡി BG color equals red. ഓക്കെ. അപ്പം ഇതിൻ്റെ ഈ BG കളർ എന്ന് പറഞ്ഞതാണ് വേറൊരു പെൻ യൂസ് ചെയ്യുന്നത്. ഈ BG കളറാണ് ഇവിടുത്തെ എന്ത്, അതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ പ്രോപ്പർട്ടിയാണ്. ഈ റെഡ് ആണ് എന്ത്, അതിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂവാണ് റെഡ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത് നമ്മുടെ വെബ് പേജിൻ്റെ ബോഡി സെക്ഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിറം റെഡ് ആയിരിക്കണം എന്നാണ്. അതാണ് ഈ ഒരു നമ്മൾ ഇപ്പം എക്സ്ട്രാ ഇൻഫർമേഷൻ കൊടുത്തില്ലേ, വെബ് പേജിൻ്റെ ബോഡി സെക്ഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് കൊണ്ടിടുക, അല്ലെങ്കിൽ റെഡ് ആഡ് ചെയ്യുക എന്നൊരു മീനിങ് ആണ് ഈ ഒരു കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അടുത്തതിലേക്ക് പോകാം. പിന്നെ HTML ബേസിക് ടാഗുകൾ നമ്മളുണ്ടാവും. HTML ഡോക്യുമെൻ്റ് തുടങ്ങുന്നത് അവസാനിക്കുന്നതൊക്കെ HTML ടാഗിന് ഉള്ളിലാണ്. പിന്നെ HTML ഡോക്യുമെൻറ്റിന് 2 സെക്ഷൻസ് എന്ന കാര്യം ഹെഡും ബോഡിയും. ഹെഡ് സെക്ഷനിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ടൈറ്റിൽ ആഡ് ചെയ്യുന്നത്, CSS ഇൻറ്റേർണൽ CSS ആഡ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ മെറ്റാഡേറ്റയൊക്കെ ആഡ് ചെയ്യുന്നത്. മെറ്റാഡേറ്റ എഴുതുന്നത് മെറ്റാ ടാഗ്സിനുള്ളിലാണ്. അതാണ് പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ഒരു സെക്ഷൻ ഹെഡാന്ന് പറയും, മറ്റേ സെക്ഷൻ ബോഡി സെക്ഷൻ. ബോഡി സെക്ഷനിലാണ് നമ്മൾ നമ്മുടെ പേജിൻ്റെ കോണ്ടന്റ് എല്ലാം എഴുതുന്നത്. എല്ലാം ഇതില്ല, നമ്മളിപ്പം യൂസർ കാണുന്ന ഭാഗവും അല്ല. അപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഓക്കെ. അല്ല, ഈ ബോഡി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഭാഗം കണ്ടോ, ഈ ഒരു വെബ് പേജിൻ്റെ ടൈറ്റിലാണ് കണ്ടോ, ഫേസ്ബുക്ക് ലോഗിൻ സൈൻ അപ്പ് ഉണ്ടോ, അതാണ് നമ്മുടെ ഈ വെബ് പേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ബോഡി സെക്ഷനിൽ നമ്മൾ എന്ത് എഴുതുന്നു അത് ഇവിടെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത് കണ്ടോ. ഇത് ഫേസ്ബുക്കിൻ്റെ ഒരു ലോഗിൻ പേജാണ്, പണ്ടത്തെ പഴയ ഫേസ്ബുക്കിൻ്റെ ലോഗിൻ പേജാണ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇത് പഴയ ഒരു ക്ലോണാണ് ഇത് ചെയ്തത്. ഇച്ചിരി അതിപ്പോണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇച്ചിരി പാടുണ്ടായിരുന്നു. ബട്ട് ഞാനത് ഇച്ചിരി ദിവസങ്ങളെടുത്ത് ചെയ്തതാണ്. കാരണം ഞാൻ ഈ ഡിസൈനിങ്ങിന് അത്ര വലിയ കഴിവില്ല. ഇത് ഇച്ചിരി ക്ലോൺ ചെയ്തെടുക്കാൻ ഇച്ചിരി പാടാണ്. അതുപോലെ നമ്മൾ ഞാൻ ചെയ്യുന്നത് ഈ ഒരു അലൈൻമെൻ്റൊക്കെ ബേസിക്കലി ഞാൻ ടേബിൾ ടാഗ് വെച്ചിട്ടാണ് അലൈൻമെൻറ്റ് ചെയ്യുക. അത് ആദ്യം ഒന്നുകൂടെ ഞാൻ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചത് എങ്ങനെ ഞാനിത് ചെയ്തതെന്ന് തന്നെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടാം, അതുകൊണ്ട് തന്നെ കാണാം. അത് ഞാൻ പറഞ്ഞുതരാം ഇതിന് എങ്ങനെ ഇതുപോലെ പ്രോപ്പർ അലൈൻമെൻറ്റ് പറയുന്നത്. പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം വേറെ ഫ്ലെക്സ് ബോക്സോ അല്ലെങ്കിൽ ഗ്രിഡ് പോലെയുള്ള പ്രോപ്പർട്ടീസൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വഴി അത് നമ്മളിത് പറയാൻ വന്നത് നമ്മുടെ പേജിൻ്റെ ബോഡി സെക്ഷനിൽ നമ്മൾ എന്ത് എഴുതുന്നോ അതിവിടെ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ കുറേ ടാഗുകളെ പറ്റിയാണ്.
അപ്പം അത് നമുക്കിനി ചെയ്ത് കാണിക്കാം എന്നാണ് ചെയ്തു. അപ്പോൾ ഞാൻ ബേസിക്കലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഓരോ യൂട്യൂബ് ചാനലിൽ ഇതുപോലെ കുറേ ഫോൾഡേഴ്സിന് കുറച്ച് അസൈൻമെൻറ്റ്സും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഡർ ആർമി എന്നുള്ള യൂട്യൂബ് ചാനലിൽ ആ ചാനലിൽ കുറേ എക്സസൈസസ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രീ ക്യാമ്പിൽ വേണ്ടി ചെറിയ എക്സസൈസ് ആണ്. പിന്നെ ഞാൻ ഫേസ്ബുക്കിൻ്റെ ഒരു ലോഗിൻ പേജിൽ ക്ലോണാണ് ഞാൻ ചെയ്തത്. അതാണ് നിങ്ങളിപ്പോൾ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യാം. പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ചുമ്മാ ഒരു വീടാം. ഓക്കെ, സോ ഞാൻ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ബോയിലർ പ്ലേറ്റ് കോഡ് കൊണ്ടുവരാൻ ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് നിങ്ങളുടെ കീബോർഡിൽ എക്സ്ക്ലമേഷൻ മാർക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ അത് അവിടെ ഒരു സജഷൻ വരും, എമെറ്റ് അബ്രിവേഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു HTML ഡോക്യുമെൻ്റ് ബേസിക് സ്ട്രക്ചർ വന്നു. അപ്പം ഞാൻ ഇതിൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ ആദ്യം പറഞ്ഞത് HTML ടാഗ് ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. പിന്നെ HTML ഡോക്യുമെൻ്റ് 2 സെക്ഷനുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഹെഡിനുള്ളിൽ ഞാൻ പറഞ്ഞ മെറ്റാ ഡേറ്റയെ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതാണിത്. പിന്നെ ഈ ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞില്ല, ഡോട്ട് ടൈപ്പ് HTML. ഡോട്ട് ടൈപ്പ് HTML എന്ന് പറഞ്ഞാൽ അതൊരു ടാഗ് അല്ല, അതൊരു ഡിക്ലറേഷനാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ HTML ഡോക്യുമെൻ്റ് യൂസ് ചെയ്യുന്ന 5th വേർഷൻ ഓഫ് HTML-ൻ്റെ 5th വേർഷനാണ് കാണിക്കാനാണ് ഈ ഒരു ഡിക്ലറേഷൻ ഡോട്ട് ടൈപ്പ് HTML. കാരണം HTML5 പുതിയ ടാഗുകൾ വന്നിട്ടുണ്ട്. ഓഡിയോ ടാഗ്, വീഡിയോ ടാഗ്, ഇതൊന്നും HTML4 3 പഴയ വേർഷൻസിലൊന്നും ഇതില്ല. അപ്പം ഓരോ വേർഷനിൽ പുതിയ ടാഗുകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ലേറ്റസ്റ്റ് HTML-ൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ HTML5 ആണ്. ഓക്കെ, അപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ HTML ലാങ് ഈക്വൽ ടു ഇൻ. ഈ ലാങ് വെച്ച് നമുക്ക് HTML നമുക്ക് പല ഭാഷയിൽ എഴുതാം. ഇതിലിപ്പം നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് HTML എഴുതാം. നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഹിന്ദിയും മലയാളം, തമിഴ്. ഞാൻ റീസെൻ്റ്ലി ഒരു തമിഴിൽ ഒരു പുള്ളി HTML ഡോക്യുമെൻ്റ്, അത് നല്ല രസമാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു തമിഴ് എഴുതാൻ പറ്റും, പക്ഷെ തമിഴിൽ നമുക്ക് HTML എഴുതാൻ പറ്റും. പിന്നെ അതാണ് ലാംഗ്വേജ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ. പിന്നെ ഹെഡ് ടാഗ് പറഞ്ഞില്ല, ഹെഡ് ടാഗിനകത്ത് മെറ്റാ ഡേറ്റ എഴുതുന്നത് മെറ്റാ ടാഗിനുള്ളിലാണ്. ഇതിൽ മെറ്റാ ക്യാൻസൽ ഈക്വൽ ടു UTF എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് ക്യാരക്ടർ എൻകോഡിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ക്യാരക്ടർ എൻകോഡിങ് അത് പറയുന്നത്. അപ്പോൾ അത് ഇത് ഇച്ചിരി തിയറിയാണ്. അതിനെപ്പറ്റി പറയാൻ പോയി കഴിഞ്ഞാൽ ഇച്ചിരി സമയമെടുക്കും. പിന്നെ പോയ പറഞ്ഞുതരാം. പിന്നെ മെറ്റാ നെയിം ഈക്വൽ ടു വ്യൂ പോർട്ട് കണ്ടന്റ് ഈക്വൽസ് വിത്ത് ഈക്വൽസ് ഡിവൈസ് വിത്ത് ഇനീഷ്യൽ സ്കെയിൽ 1.0. ഈ ഒരു കോഡിൻ്റെ മീനിങ് വെച്ച് ഇത് ബേസിക്കലി റെസ്പോൺസീവ് വെബ് ഡിസൈൻ ചെയ്യാണ്. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് ഫോണുണ്ട്, ലാപ്പുണ്ട്, ടാബ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഈ പല ഡിവൈസസിലും പല സ്ക്രീൻ സൈസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്ക്രീൻ സൈസിലും നമ്മുടെ വെബ്സൈറ്റ് കാണാൻ അല്ല, അങ്ങനെ ആ ഒരു ഡിവൈസിൻ്റെ വിത്തിനനുസരിച്ച് നമുക്ക് വെബ്സൈറ്റ് വ്യൂ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഈ ഒരു കോഡ് കൊണ്ടാണ്. ഈ കോഡ് മാത്രമല്ല, പക്ഷെ ഞാൻ പറയായിരുന്നു, നമ്മൾ ഈ ചില ഗവൺമെൻറ് വെബ്സൈറ്റ്സ് കണ്ടായിരുന്നു, നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കത്തില്ല, നമ്മളിങ്ങനെ 2 ഫിംഗേഴ്സ് കൊണ്ട് സൂം ചെയ്താണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഈ നിങ്ങളിപ്പോൾ മോഡേൺ വെബ്സൈറ്റ്സ് ഒക്കെ കണ്ടാൽ അറിയാം, നമ്മൾ ഈ ഒരു നിങ്ങളിങ്ങനെ എന്തിനുണ്ടോ ഇങ്ങനെ നിങ്ങൾ ഈ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും ഷ്രിങ്ക് ചെയ്യുമ്പോഴും, ഇതാണ് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുമ്പോഴും ഷ്രിങ്ക് ചെയ്യുമ്പോഴും ആ വെബ് പേജിനുള്ളിലെ കോണ്ടൻസ് അനുസരിച്ച് അലൈനായി വരുന്നതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം കൂടി ഇടുങ്ങി കൂടി വരുന്നില്ല. പക്ഷെ അത് ഷ്രിങ്ക് ചെയ്യുമ്പോഴും ഷ്രിങ്ക് ചെയ്യുമ്പോഴും അത് അങ്ങനെ ആ ഒരു സൈസിനനുസരിച്ച് അതിങ്ങനെ കറക്റ്റ് ആ ഒരു സൈസിന് ഒതുങ്ങിയ പോലെ തന്നെ വരും. ഇച്ചിരിയും കൂടെ സൈസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇച്ചിരിയും കൂടെ ഇതായി വരും.
ഇതിനാണ് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. റെസ്പോൺസീവ് എന്ന് വെച്ചാൽ ഓരോ സ്ക്രീൻ സൈസിനും അതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ വെബ്സൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അല്ല, ഫോണിൽ നമ്മൾ വെബ്സൈറ്റ് കാണുമ്പോൾ ഒരു വെബ്സൈറ്റ് വ്യൂ ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ലാപ്ടോപ്പിൽ കാണുന്നത്. ലാപ്ടോപ്പിൽ നമ്മൾ വ്യൂ ചെയ്യുന്ന വെബ്സൈറ്റ് നമ്മൾ ടി വിയിൽ കാണും. അപ്പം നമ്മളിപ്പോൾ ഓരോ സ്ക്രീൻ സൈസിലും നമ്മുടെ വെബ്സൈറ്റ് വ്യൂ ചെയ്യണം. അതിനാണ് റെസ്പോൺസീവ്നെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റേ നെയിം വ്യൂ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് വ്യൂ പോർട്ട്, നമുക്ക് വ്യൂ ചെയ്യുന്നതിനാണ്. പിന്നെ കണ്ടന്റ് ഈക്വൽ വിഡ്ത്ത് ഈക്വൽ ഡിവൈസ് വിത്ത് ഡിവൈസ് വിത്ത് വരണം എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനീഷ്യൽ സ്കെയിൽ 1.0 അത് ഇത് തന്നെ. അത് ഇച്ചിരി പറഞ്ഞുതരാം. ഇത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് കുറച്ച് പിന്നീട് നമ്മളത് പറഞ്ഞുതരാം. പിന്നെ ഒരു വെബ് പേജിൻ്റെ ടൈറ്റിൽ നമ്മൾ ടൈറ്റിൽ ടാഗിനുള്ളിലാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു HTML എലമെൻ്റ് എന്താണെന്ന് ചോദിച്ചതിന് HTML എലമെൻ്റ് ഇനി എന്ത് മുന്നോട്ട് ഇനി എലമെൻ്റ് എന്ന് പറയുന്നത്. എലമെൻ്റ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. ഈ ഓപ്പണിംഗ് ടാഗ്, പിന്നെ കോണ്ടന്റ്, ഇവിടുത്തെ കോണ്ടന്റ് ഡോക്യുമെൻറ്റ്, പിന്നെ ക്ലോസിംഗ് ടാഗ്. ഓപ്പണിംഗ് ടാഗ്, കോണ്ടന്റ്, ക്ലോസിംഗ് ടാഗ്, ഇതിനെ എല്ലാം കൂടെ ചേർന്നാണ് HTML എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്കിനി ബോഡി സെക്ഷനിലോട്ട് കിടക്കാം. ബോഡിയിൽ നിങ്ങൾ ആദ്യമേ ജസ്റ്റ് ഒരു നിങ്ങളിപ്പം ബോഡിയിൽ നമുക്ക് എന്തെഴുതുന്നോ അതെല്ലാം ബോഡി ഡിസ്പ്ലേ ആവും കേട്ടോ. നിങ്ങളിപ്പോൾ ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ ചെയ്താൽ പോലും ഇത് സേവ് ചെയ്യുക, എന്നിട്ട് ലൈവ് സെർവർ വെച്ച് ഓപ്പൺ ചെയ്താൽ പോലെ അത് ഡിസ്പ്ലേ ആവും കേട്ടോ. കാരണം ഇതിൽ ബേസിക്കലി HTML അങ്ങനെ എററൊന്നും കാണിക്കത്തില്ല. നമ്മൾ CPP ഒക്കെ പഠിക്കുന്നവർക്കറിയാം, അവർ ഒരു സെമിക്കോൺ ഇട്ടില്ലെങ്കിൽ തന്നെ എറർ അടിച്ച് വരും. പക്ഷെ ഇതിനങ്ങനെ എററൊന്നുമില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ. പക്ഷെ നമ്മളിതിൽ ബേസിക്കലി ചെയ്യുന്ന ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടിയാണ്. കണ്ടോ, ഇല്ല ഞാനിപ്പോൾ നെറ്റ് ഓൺ ആയിക്കണ്ടോ. ഹായ് ജോഷ്, വെൽക്കം ടു മൈ സാമ്പിൾ പ്രൊജക്ട് പേജ്. ദിസ് ഇസ് സിമ്പിൾ HTML പേജ് ക്രിയേറ്റഡ് ആസ് സിമ്പിൾ ആണോ. അപ്പോൾ ഈ H1 ഉണ്ട്, ഞാനിപ്പോൾ ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം. H1 ടാഗ് എന്തിനായിരിക്കും വലിയ ഹെഡിങ് എന്ന്. പക്ഷേ നമ്മുടെ സെർച്ച് എൻജിൻസ് ഇതിനെ കാണുന്നത് ഈ H1 ടാഗിൽ എന്ത് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കും. അപ്പം നിങ്ങളുടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളൊരു ഇത് പഠിക്കുമ്പോഴും ചുമ്മാ H1 H2 എന്ന് കൊടുക്കരുത്. H1 എന്ന് പറയുമ്പോൾ വലിയ ഹെഡ്, ശരി നിങ്ങളുടെ ഭാഷയിൽ H1 എന്ന് പറഞ്ഞാൽ വലിയ ഹെഡിങ്, H2 എന്ന് പറയുമ്പോൾ ചെറിയ ഹെഡിങ്. നമുക്കത് കാണിച്ചില്ല, ഞാനത് കാണിച്ചില്ല. H3 okay. So let's save here, then open with live server. Hold on. H1 വലിയ ഹെഡിങ്, മണി വെൽക്കം ടു സാമ്പിൾ പ്രോജക്ട് പേജ്. ഈ ഒരു സെൻറ്റൻസ് ആണ് അവോയ്ഡ് ചെയ്യുക, ഞാനത് ക്ലിയർ ചെയ്യാം. H2 ആദ്യം കൊടുക്കാം. ആദ്യം കൊടുക്കുന്നുണ്ടല്ലേ. സേവ് ചെയ്യുക, എന്നിട്ട് ലൈവ് സെർവർ ഓൾറെഡി ഓപ്പൺ ആണ്, അതുകൊണ്ട് എൻ്റെ കാര്യമില്ല. ഉണ്ടോ H1 വലിയ ഹെഡ്, H2 ഇച്ചിരിയും കൂടെ ചെറുത്, H3 ആകുമ്പോൾ ഇച്ചിരിയും കൂടെ ചെറുതായി, H4 ആകുമ്പോൾ ഇച്ചിരിയും കൂടെ ചെറുതായി, H5 ചെറുതായി, H6 ആണ് ഏറ്റവും ചെറുത്. ഹൈറാർക്കി നിങ്ങളുണ്ട്. then heading tag. Okay, so കമൻറ്റ് എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് കമൻറ്റ് എഴുതുന്നത്. ഒരു ലെസ് ദാൻ സിമ്പൽ, പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക്, പിന്നെ ഒരു ഹൈഫൻ. ദിസ് ഇസ് എ ടോപ്പ് ലെവൽ ഹെഡിങ്. നമ്മളിത് കിറ്റപ്പ് കോപ്പായിട്ട് ഉണ്ടാകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് തന്നെ അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ടാബ് ചെയ്ത് കൊടുത്താൽ മതി.
സെക്കൻഡ് ലെവൽ ഹെഡിങ് ഉള്ളത്. ടോപ്പ് ലെവൽ ഹെഡ്, സെക്കൻഡ് ലെവൽ, ഇത് തേർഡ് ലെവൽ ഹെഡിങ്. നിങ്ങളുടെ വെബ് പേജിലൊരു പാരഗ്രാഫ് ആഡ് ചെയ്തിട്ട് ടാഗ്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലൈൻ കഴിഞ്ഞ് അടുത്ത ലൈൻ വരണം, നിങ്ങളുടെ ലൈൻ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബി ആർ ടാഗ് യൂസ് ചെയ്യും. ഇവിടെയാണ് ബി ആർ ടാഗ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഞാൻ കാണിച്ചു. എക്സാമ്പിൾ അതെ, ആൽവിൻ ജോർജ് കഴിഞ്ഞൊരു ബ്രേക്ക് കൊടുക്കണം. സോ ഇനി ഞാൻ കൺട്രോൾ സേവ് അടിച്ചിട്ട് ചെയ്തുണ്ടോ, ആൽവിൻ ജോർജ് കഴിഞ്ഞുണ്ടോ, ലൈൻ ബ്രേക്ക് ആയി. അടുത്ത ലൈനിലാണ് അടുത്ത സെൻറ്റൻസ് വന്നത്. ലൈക്ക് നമ്മുടെ എൻ്റർ കീ വർക്ക് ചെയ്യത്തില്ല, അതുപോലെയാണ് ഈ ബി ആർ ടാഗ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു വർക്കിംഗ് ആണ് ബി ആർ ടാഗ്. അപ്പോൾ നിങ്ങൾ ഹെഡിങ് നിങ്ങൾ നോക്കി, പിന്നെ നിങ്ങളുടെ വെബ് പേജിൽ പാരഗ്രാഫ് ആഡ് ചെയ്യുന്നതിനാണ് നോക്കി. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബട്ടൺ എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട് കേട്ടോ. ബട്ടൺ ക്ലിക്ക് മീ എന്നോ ഇതിലൊക്കെ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റുള്ള ഒരു ബട്ടൺ വരും. ജസ്റ്റ് സേവ് ചെയ്യുക. ക്ലിക്ക് മീ എന്നൊരു ബട്ടൺ വരും. നമുക്ക് ഈ ബട്ടൺ സ്റ്റൈൽ ചെയ്യാം. CSS ഒക്കെ ചുമ്മാ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ നല്ല ബട്ടൺസ് വരും. അപ്പോൾ നിങ്ങൾ ബട്ടൺ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു. പിന്നെ ഒരു പാരഗ്രാഫും ഹെഡിങ്ങിനെ പറ്റി പഠിച്ചു. പിന്നെ ഇനി അടുത്തതിന് ഇമേജ് ടാഗ്. ബേസിക്കലി നമുക്ക് ഇമേജ്, നമ്മുടെ വെബ് പേജ് നമുക്ക് ഇമേജ് ആഡ് ചെയ്യണം. നമുക്ക് ഇമേജ് ടാഗ്. അപ്പോൾ ഇമേജ് ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് IMG ടൈപ്പ് ചെയ്യുക, ഓൺലി വൺ. ആൻഡ് IMG ടാഗ് എന്ന് വെച്ചാൽ ഇമേജ് ടാഗിന് ആട്രിബ്യൂട്ട്സ് ആണ്. ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് SRC ഓൾട്ടും. SRC നമ്മുടെ സോഴ്സാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഒന്നെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പിക്ചറിൻ്റെ ഒരു ഇമേജിൻ്റെ ഫയൽ പാത്തോ എല്ലാം കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താലും വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് അതിൻ്റെ ഒരു ഇമേജ് അഡ്രസ്സ് കോപ്പി ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ് പേജിൽ ഇമേജ് വ്യൂ ചെയ്യാൻ പറ്റും. ഓൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് നിങ്ങളുടെ ഇമേജ് ഡിസ്പ്ലേ ആയില്ലെങ്കിൽ അതിന് പകരം എന്തെങ്കിലും ടെക്സ്റ്റ്. ഇപ്പം ഇതിൻ്റെ ഒരു യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലവർക്ക് ഇൻ്റർനെറ്റ് സ്ലോ ആണ്. അപ്പോൾ ഇതിങ്ങനെ ഇമേജ് ഞാനിപ്പോൾ ഒരു വെബ് പേജ് വ്യൂ ചെയ്യും, അപ്പോൾ നെറ്റ് സ്ലോ ആണ്. പക്ഷേ ഞാനാണെങ്കിൽ ആ വെബ് പേജിൽ എനിക്ക് ആ പേജ് തെളിഞ്ഞ് വന്നില്ല, പക്ഷെ ആ ഒരു ഇമേജ് തെളിഞ്ഞ് വന്നില്ല. പക്ഷേ ആ ഈ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ്, അപ്പോൾ ആ ടെക്സ്റ്റ് ആ ഡോഗെന്ന് കണ്ട് നമുക്ക് മനസ്സിലായി, ഇത് പട്ടിയുടെ ഇമേജാണ്, പട്ടിയുടെ പടമാണ് നമുക്ക് വായിക്കാൻ പറയും. അപ്പോൾ അതാണ് ഓൾട്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ ലൈവായിട്ടൊരു ഇമേജ് എങ്ങനെ വെബ് പേജിൽ വരുന്നതെന്ന് കാണിച്ചാൽ ഞാൻ ജസ്റ്റ് ഫോം സെലക്ട് ചെയ്യാം. നമുക്ക് ഡോഗിൻ്റെ ഇമേജ് എടുക്കാം. ഡോഗ്സ്. സോ നമ്മൾ ഇമേജ് ഇട്ട് ഞാൻ ഈ ഒരു ഡോഗിൻ്റെ ഇമേജ് അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ VS കോഡ് വന്നിട്ട് SRCയിൽ നമ്മളിത് പേസ്റ്റ് ചെയ്ത് കൺട്രോൾ പേസ്റ്റ് ചെയ്ത് ഓൾട്ട് നമ്മൾ ജസ്റ്റ് കൊടുക്കാം. ഇഷ്ടമുള്ള ടെക്സ്റ്റ് കൊടുക്കാം, അങ്ങനെയൊന്നുമില്ല. So this is an image of dog. അതുപോലെ തന്നെ വേറെ ഒരു കാര്യമുള്ള നമുക്ക് നമ്മുടെ ഇമേജിന് വിത്ത് ഹൈറ്റ് കൊടുക്കാൻ പറ്റും. അത് ഞാൻ ഇത് കാണിച്ചിട്ട് നമുക്ക് അതിലേക്ക് വരാം. നമ്മുടെ പട്ടിയുടെ കടന്നു. ഇനി ഇമേജിൻ്റെ വിത്ത് ഹൈറ്റ് സെറ്റ് ചെയ്യാൻ നമുക്ക് വിത്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്, ഹൈറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വിത്ത് കൊടുക്കാം. വിത്ത് എത്ര കൊടുക്കാം? വിത്ത് ഒരു 300 കൊടുക്കാം.
300 പിക്സൽ കൊടുത്തതിന് ഹൈറ്റും എത്ര കൊടുക്കാം? So control S, then പിക്ചർ വലുതായുള്ളൂ. So this is about the image tag. Image tag നിങ്ങൾ എന്തെങ്കിലും എടുത്തോളൂ. SRC ഇമേജിൻ്റെ സോഴ്സ് കൊടുക്കാനാണ് SRC. പിന്നെ ഓൾട്ട് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് വല്ലതും കൊടുക്കാം. അപ്പോൾ ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ ഈ ഇമേജ് എന്താണ്, വാട്ട് ഈസ് ദിസ് ഇമേജ് എന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടും. പിന്നെ നമുക്ക് ഇമേജിൻ്റെ വിത്തും ഹൈറ്റും സെറ്റ് ചെയ്യാനാണ് നമുക്ക് വിത്ത് ആട്രിബ്യൂട്ടും ഹൈറ്റ് ആട്രിബ്യൂട്ടും ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇമേജ് ടാഗ് നമ്മൾ നോക്കി. ഇനി നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്നും നിങ്ങൾക്ക് ഇമേജ് എടുക്കാം കേട്ടോ. അതിന് ഞാനത് ചെയ്തൊരു സാധനം അല്ലേ, ഫേസ്ബുക്കിൻ്റെ ഒരു ഇമേജാണ്. അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൻ്റെ ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും, സെൻറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടായിരുന്നു, ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഈ ഇമേജ് നമുക്ക് എൻ്റെ ഇപ്പോഴത്തെ admin.html കൊണ്ടുവരാം. അതിന് പിന്നെ നമുക്ക് ഈ img ടാഗ് ആഡ് ചെയ്യണം. സോ img src തന്നെ fb.png കൊടുത്താൽ മതി. അതിന് മുന്നേ ഓക്കെ, ഇത് സാമ്പിൾ പ്രൊജക്ട്സ് എന്ന ഫോൾഡറിനുള്ളിലാണ് വേണ്ടത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം അറിയുക, നിങ്ങൾക്ക് ഇങ്ങനെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഇമേജാണ് നിങ്ങളുടെ പേജിലോട്ട് ഇൻസേർട്ട് ചെയ്തതെങ്കിൽ ആ ഇമേജ് നിങ്ങളുടെ വർക്ക് സ്പേസിലോട്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ചിലപ്പം ഇപ്പം വന്നില്ലെങ്കിൽ ആയിരിക്കും നിങ്ങളുടെ fb.png ഫോൾഡറാണ്. fb.png Facebook program. This is image of FB. Yes, I'm going. Okay, so save it. Yeah, you can see here feed image on that. So this is all about today's session. കുറച്ച് തിയറിയായിപ്പോയി. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിന് മടിക്കണ്ട, നിങ്ങൾക്ക് പറയാം. പിന്നെ ഇച്ചിരി ഷോർട്ട് സെഷനായി അതുപോലെ ഇച്ചിരി തിയറി ആയിപ്പോയി. കാരണം ഞാൻ ഒരു കയ്യിൽ മൈക്കും ഒരു കയ്യിൽ ആണ് ഇതെല്ലാം ടൈപ്പ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇച്ചിരി പാടുപെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഹെഡ്സെറ്റിൻ്റെ മൈക്ക് വെച്ചു, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ പറ്റാവുന്ന ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇല്ലാതെ ജസ്റ്റ് തിയറി ആയിപ്പോയി. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്കത് അപ്ലോഡ് ചെയ്യാം. ഞാൻ ഇച്ചിരി കുഞ്ഞു ടാഗ്സ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും കുറേ ടാഗുകളുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതുപോലെ നമ്മൾ ഒരു സീരീസിൽ നമ്മൾ ഇൻട്രോ ടു HTML ആദ്യം കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം ലിസ്റ്റ്, അതിൻ്റെ ഫോംസ്, ടേബിൾസ്, പിന്നെ സെമാൻറ്റിക് ടാഗ്സിനെ പറ്റി പറഞ്ഞ് എന്നിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ലോഗിൻ പേജ്, പഴയ ഫേസ്ബുക്കിൽ ലോഗിൻ പേജ് നമ്മൾ ക്ലോൺ ചെയ്യും. പിന്നെ CSS പഠിച്ചിട്ട് CSS പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യത്തുള്ളൂ കേട്ടോ. ഇച്ചിരി CSS വേണം ഇത് ചെയ്യാൻ. FBയുടെ ചെയ്യണമെങ്കിൽ ഇച്ചിരി CSS അറിഞ്ഞിരിക്കണം. CSS അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വെബിൻ്റെ തിയറി അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അത് ആദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാക്കും, ഇച്ചിരി മടുപ്പാണ്. ഞാൻ അത് ഇച്ചിരി ഡിലേ വെച്ചേക്കാം.
അപ്പം നമുക്ക് ഇത്ര ഇച്ചിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് പഠിച്ചെടുക്കാനേ ഉള്ളൂ. പിന്നെ ഈ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇച്ചിരി ഒന്ന് വെള്ളം കുടിക്കാൻ പോകുന്നത്. കാരണം അത് കുറേ ടാഗ് പിടിച്ചു, കുറേ സ്റ്റൈലിങ് പിടിച്ചു, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എങ്ങനെയാണെന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. മറ്റേ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ല CSSൻ്റെ, അത് ഇച്ചിരി ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി CSSൻ്റെ എക്സസൈസ് കുറച്ചൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഇത് ഇത് എൻ്റെ അല്ല, ഇത് വേറൊരു യൂട്യൂബ് ചാനലിൻ്റെ അവിടുത്തെ എക്സസൈസ് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. ഇതൊക്കെ പഠിച്ചാണ് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനും ബട്ടൺ സ്റ്റൈൽ ചെയ്യാനും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെയൊക്കെ ഞാനും പഠിച്ചത്. ഞാനും ഇതുപോലെ ഫേസ്ബുക്കിൽ ലോഗിൻ പേജൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനും ഈ എക്സസൈസൊക്കെ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് എനിക്ക് ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു സീരീസ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. സോ വൈസ് ഞാൻ ഇന്നത്തോടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറയാം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഓക്കെ 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 ബൈ.